ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മോണിറ്റർ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഡെയിലി മോണിറ്റർ ചെയ്യണമെന്നില്ല, ബട്ട് വൺസ് ഇൻ എ വീക്ക് ഓർ വൺസ് ഇൻ 3-4 days വൺസ് ഒരു തവണ നമ്മൾ മോണിറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഏതൊക്കെ ഫുഡാണ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസിന്റെ പീക്ക് കൂട്ടുന്നത് കുറയ്ക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പൊ ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്നതിലൂടെ നമുക്ക് എവിടെ കൺട്രോൾ ചെയ്യണം, ഏത് ഭാഗത്താണ് നമ്മൾക്ക് ഫോൾട്ട് വന്നിരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിന് ബേസ് ആയതായിരിക്കും രാവിലത്തെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഉണ്ടാവുക. അപ്പം ഒരു ദിവസത്തെ ഫാസ്റ്റിംഗ് നോക്കിയിട്ട് എനിക്ക് ഷുഗർ പീക്ക് കൂടുതലാണ് അല്ലെങ്കിൽ ഷുഗർ കൂടുതലാന്ന് പറയുന്നതിന് പകരം കൺസ്റ്റിറ്റ്യൂൻസ് ആയിട്ടുള്ള 3 days എടുത്തിട്ട് അതിന് ആവറേജ് നോക്കുന്നതായിരിക്കും എപ്പോഴുമുള്ള ബെസ്റ്റ് ഓപ്ഷൻ. ഇതിനേക്കാളും ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് ബ്ലഡ് ഷുഗർ മോണിറ്ററിങ്ങിന് ഏറ്റവും നല്ലത് വൺസ് ഇൻ 3 months ഉള്ള നമ്മുടെ HbA1c ടെസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം യൂഷ്വലി നമ്മളുടെ ബ്ലഡിൽ ഉള്ള ഹീമോഗ്ലോബിനുമായിട്ട് ഷുഗർ മോളിക്യൂൾസിന് ഒരു ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും, ഒരു കോവലന്റ് ബോണ്ടാണ് അത്. വാട്ട് എവർ ഹാപ്പൻസ് അത് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആ അഫിനിറ്റി അവിടെ കിടക്കുന്നതുകൊണ്ട് അതൊരു 3 months ആവറേജിലാണ് നമ്മളത് കണക്കാക്കുന്നത്. അത് ഒരിക്കലും നിങ്ങൾ തലേന്ന് കഴിച്ച ഭക്ഷണമോ അല്ലെങ്കിൽ പിറ്റേന്ന് കഴിച്ച ഭക്ഷണമോ അങ്ങനെ ഒരു ദിവസവും പോലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ബേസ് ചെയ്തായിരിക്കില്ല. ഇത് ആവറേജ് ആയിരിക്കാം, 3 months ആവറേജ് ആണ്. അപ്പം നമുക്ക് ഏകദേശം മനസ്സിലായി 3 മാസമായിട്ട് നമ്മുടെ ഈ ഷുഗർ ലെവൽ പീക്ക് കൂടിയതാണ് അല്ലെങ്കിൽ നോർമലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു ട്രീറ്റ്മെന്റിന് പോകുന്നതാണ് എപ്പോഴും സ്യൂട്ടബിൾ. സോ സി ഫോർ ദാറ്റ് HbA1c ടെസ്റ്റ് ഒരു ദിവസത്തെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അസസ് ചെയ്യും. HbA1c ഹൈ ആണെന്ന് കാണുന്നതോടെ നമ്മൾ വിലയിരുത്തണം അതിൻ്റെ റേഞ്ച് കൺട്രോളിങ് ആണ് അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ ഇനീഷ്യലി കുറച്ച് ഫുഡിലും എക്സസൈസിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഭയങ്കര ഹൈ ആണ്, മെഡിസിൻസ് റിക്വയർഡ് ഉള്ള കണ്ടീഷൻ ആണെങ്കിൽ മെഡിസിൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് സ്ലോലി അത് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പം അത് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഓൾറെഡി മോഡിഫൈ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ലൈക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, മാറ്റങ്ങൾ. അത് ഡയറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിരിക്കാം. ഇപ്പൊ ഏതിലാണ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ സ്ലീപ്പ് പാറ്റേൺ, സ്ട്രെസ്സും സ്ലീപ്പിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ബ്ലഡ് ഷുഗർ പീക്കിൽ കൂടാൻ, ബ്ലഡ് ഹൈക്ക് ചെയ്യാനുള്ളത്, ബ്ലഡിൽ ഷുഗർ ഹൈക്ക് ചെയ്യാനുള്ളതിന്. അപ്പൊ ആ ഫാക്ടേഴ്സ് നമ്മൾ വിൽ ബി ഡിസ്കസിങ് ലേറ്റർ. അപ്പൊ ഈ ഫാക്ടേഴ്സിനെയും കൂടി നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് ട്രീറ്റ്മെന്റ് പോകാൻ.